ഹായ് ഡിയേഴ്സ്, നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു കട്ട്ലേറ്റ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത, അതുപോലെ എണ്ണയിലിടുമ്പോഴത്തേക്ക് പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. ഇതിനകത്ത് ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുമ്പം അതിനകത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കട്ട്ലേറ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒരുപാട് ചേർക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം കറിവേപ്പിലയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് എണ്ണ കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ കട്ട്ലേറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 സവാളയാണ്. മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ സവാളയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വഴന്ന് വന്നാൽ മതിയാകും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മസാലപ്പൊടികളാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/2 ടീസ്പൂൺ അളവിൽ തന്നെയാണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് മസാലകൾ ഇപ്പോൾ ചേർക്കണ്ട. നമ്മൾ ചിക്കൻ ചേർക്കുന്നുണ്ട്. ചിക്കനകത്തോട്ട് നമുക്ക് മസാലപ്പൊടികൾ നമ്മൾ ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത്. 150 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നേരത്തെ ചേർത്ത മസാലകളെല്ലാം ചേർത്ത് വേവിച്ച് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. വേവിച്ച് ഉടച്ചെടുത്തുള്ള ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 3 മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വേവിച്ച ശേഷം ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് നമുക്കൊന്ന് രുചിച്ച് നോക്കാം. രുചിച്ച് നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെ ടേസ്റ്റുകൾ കുറവുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിന് വീണ്ടും കുക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും മസാലയുടെ റോ ടേസ്റ്റൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾക്ക് ഈ ഒരു നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് കുറച്ച് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരുപാട് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 20 ബോൾസോളം ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ 6-7 ബ്രെഡ് ക്രംസ് മിക്സിയിലോട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുട്ടയുടെ മിക്സാണ്. അതിന് വേണ്ടിയിട്ട് 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരല്പം ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ള എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയ്ക്ക് പകരം മുഴുവനായിട്ടുള്ള മുട്ട എടുത്തു കഴിഞ്ഞാൽ പതഞ്ഞു പൊന്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. ഞാനിവിടെ 1/2 കപ്പ് മുതൽ 1 കപ്പ് അളവിൽ വരെ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ച ഉണ്ടയിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. നല്ലൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യുന്ന അച്ചുകളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷേപ്പാക്കി എടുക്കാം. ഹാർട്ടിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിന് കൈവച്ചാണ് ചെയ്യുന്നത്. ഇനി ഇത് ആദ്യം തന്നെ നമ്മൾ മൈദപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി മൈദപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം കോൺഫ്ലോർ ആയാലും മതി. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മുട്ടയിൽ കോട്ട് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഒരുവിധം ഒരു 5-6 എണ്ണം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത്.
അത്യാവശ്യം നല്ലതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഈ ഒരു കട്ട്ലേറ്റിൻ്റെ പുറത്ത് കോട്ടായിട്ടുണ്ടാവണം. അപ്പോൾ ഈ രീതിയിൽ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ ഇതാ എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് നമുക്ക് സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചാൽ ഒരുപാട് കാലം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പകരം ഏത് വെജിറ്റബിൾ ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ പോലെയുള്ള എണ്ണകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി എണ്ണ നന്നായിട്ടൊരു മീഡിയം ലെവലിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ പതുക്കെ എല്ലാ സൈഡും ഒന്ന് നല്ലതുപോലെ മൊരിയിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും അത്യാവശ്യം നല്ലതുപോലെ നല്ല കളറായി, എവിടെയും പൊട്ടാതെ, സൈഡൊന്നും പൊട്ടാതെ എല്ലാ ഭാഗവും ഈക്വലി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയും കുടിക്കുന്നില്ല. പാനിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ കുടിക്കും കേട്ടോ ഈ കട്ട്ലേറ്റ്. അപ്പോൾ അതിനേക്കാൾ എത്രയോ ബെറ്റർ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതിനകത്താകുമ്പോൾ അത്ര പെട്ടെന്ന് അധികം എണ്ണ കുടിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് നല്ല മൊരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. രണ്ടാമത്തെ ബാച്ച് ഫ്രൈ ചെയ്യുമ്പോൾ കാണാം നിങ്ങൾക്ക് എണ്ണയിൽ പതഞ്ഞു പോകുന്നില്ല. നമ്മൾ സാധാരണ മുഴുവനായിട്ടുള്ള മുട്ട ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ബാച്ച് ഇടുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ബാച്ച് മൂന്നാമത്തെ ബാച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും എണ്ണ മൊത്തം പതഞ്ഞു പൊന്തിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുട്ടയുടെ എഗ് വൈറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് മുട്ടേൻ്റെ ആവശ്യം നമുക്കില്ല. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയുടെ എഗ് വൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മുടെ കട്ട്ലേറ്റ് കണ്ടില്ലേ, പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. കട്ട്ലേറ്റ് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.